നമസ്കാരം സുഹൃത്തുക്കളെ, വിഷ്ണുവാണ്. VR സെക്രട്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിക്കില്ലേ, നമ്മൾ പയറാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു ഇതിൽ നമ്മൾ ചെയ്തെടുത്തത്, നമ്മൾ എത്തിക്കൽ പന്തലത്തിൽ ചെയ്തെടുത്തത് നമ്മൾ പയറാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓണത്തിന് വേണ്ടി സെറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ അതായത് ആ പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പൂവൊക്കെ വന്നിട്ടുണ്ട്, പയറൊക്കെ പോകുന്നു കേട്ടോ. അതിൻ്റെ പയറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പയറാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അത് തന്നെ മേക്കപ്പ് പയറാണ്. മേക്കപ്പ് പയറിനേക്കാളും നല്ല നീളം വയ്ക്കുന്ന പയറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ആരൊക്കെ ചെയ്യാൻ പറ്റുന്ന, സ്ഥലമില്ലാത്തവർക്കും അതേപോലെ തന്നെ കൃഷി താല്പര്യമാണ്. പക്ഷെ എന്ത് ചെയ്യുക, അവർക്കൊരു അവിടെ മടിയാണ്. എന്താ വെച്ചാൽ അവർക്ക് കുറച്ച് സ്ഥലം, തോനെ സ്ഥലങ്ങൾ വയ്ക്കണം, അതേപോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴിത് തന്നെ നമുക്ക് ആരൊക്കെ തന്നെ നമുക്ക് തോനെ തന്നെ കൃഷികൾ നല്ലപോലെ നമുക്ക് ഒരു സിമ്മൻ്റ് ചാക്ക് ഉപയോഗിച്ചുകൊണ്ട്, കൂടുതലും പറയണ്ട, ഒരു സിമ്മൻ്റ് ചാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 50 പരം പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. അപ്പോഴേ നമുക്ക് ഞാൻ പറയുക, 50 പരം പച്ചക്കറികൾ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ അതുപോലെ വലക്കൂടിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ അതുപോലെ നെറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു സിമ്മൻ്റ് ചാക്കാണ് എടുത്തത് കേട്ടോ. ഒരു സിമ്മൻ്റ് ചാക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സിമ്മൻ്റ് ചാക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് 50 പരം പച്ചക്കറികൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ അതിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്താണ്. നമ്മൾ നേരത്തെ 2 സൈഡിൽ നമ്മൾ, അതായത് നമുക്ക് നേരത്തെ നമ്മൾ ഗ്രോ ബാഗ് ചെയ്ത് സിമ്മൻ്റ് ചാക്കിലെ ഗ്രോ ബാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ 2 സൈഡ് നമ്മളിങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഈ 2 സൈഡും കെട്ടിയെടുത്തിട്ട് ഇവിടെ കെട്ടിയിടാം. അപ്പോൾ ഇവിടെ കെട്ടിയെടുത്താൽ മാത്രമേ ഇവിടെ സീറ്റിംഗ് ആയിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കൂളിംഗ് സൈഡ്, അതിനുശേഷം പിന്നെ വരുന്നതെന്ന് പറയാം, പിന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഈ പുറം ഭാഗം, ഈ ഒരു കോട്ടിങ്ങുള്ള ഭാഗം നമ്മൾ തിരിച്ചിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂളിംഗ് സൈഡാണ് ഇത്. തിരിച്ചിടാൻ നേരത്ത് നല്ല രീതിക്ക് തന്നെ ഗ്രോ ബാഗിൻ്റെ അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഇരിക്കും കേട്ടോ. നമുക്കത് തിരിച്ചിടാം കേട്ടോ. അപ്പോഴത് നമ്മൾ തിരിച്ചിട്ടുണ്ട് കേട്ടോ. തിരിച്ചിട്ടപ്പോൾ നമുക്ക് ഇതേപോലെ ഇതിൽ കിട്ടി കേട്ടോ. നല്ല ഗ്രോ ബാഗിൻ്റെ ഒരു ഇതിൽ കിട്ടി കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല സീറ്റിംഗ് ആയിട്ട് ഇരുന്നോളാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇനി എൻ്റെ പോട്ടി മിക്സും കയറുന്നിട്ട് ഓക്കെ കറക്റ്റായിട്ട് ഇരുന്നോളാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പോട്ടി മിക്സും ചെയ്യുന്നത് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് നമ്മൾ പോട്ടി മിക്സും ചെയ്യാൻ പോണേ. പോട്ടി മിക്സും ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തെടുത്ത നമ്മുടെ മണ്ണാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല മഴ ആയിക്കൊണ്ട് തന്നെ ഇതിപ്പോൾ കുറച്ചെല്ലാം ഇതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, കുറച്ച് നമ്മളുടെ കുറച്ച് ആട്ടുമ്പുഴ കണ്ടോ, ആട്ടുമ്പുഴ കുറച്ച് ആയിട്ടുള്ള കുറച്ച് നമ്മളിതിനകത്തങ്ങ് ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നേരത്തെ നമ്മളിതിൽ ചാണകപ്പൊടി, എല്ലുപൊടി, അതേപോലെ തന്നെ കോഴിവളമൊക്കെ കൊടുത്ത് ആട്ടുകാട്ടമൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്തെടുത്തതാണ്. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ pH ബൂസ്റ്റർ, pH ബൂസ്റ്റർ കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ pH നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ pH ബൂസ്റ്റർ കൊടുക്കുന്നത്. നിങ്ങൾക്ക് pH ബൂസ്റ്ററിലേക്ക് കുമ്മായം കൊടുക്കുക. കുമ്മായമാണെങ്കിൽ ഒരാഴ്ച നമുക്ക് ഇങ്ങനെ അത് മണ്ണുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാക്കണം. എന്നിട്ടേ നമുക്ക് കുമ്മായം നമുക്ക് അപ്പോഴത്തന്നെ നമുക്ക് അതായത് തന്നെ പച്ചക്കറികൾ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈ ട്രീറ്റ് ചെയ്ത മണ്ണിൽ നമുക്ക് നടാവൂ. അല്ലാതെ വർഷമാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അമ്ലത്വം കറക്റ്റായിട്ട് കിട്ടാതെ നമ്മൾ നടുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് pH ബൂസ്റ്റ് കൊടുത്തിട്ടാണ്. ഈ pH ബൂസ്റ്റ് ആണെങ്കിൽ അപ്പോഴത്തന്നെ ചെയ്യാവുന്നതാണ്. അതായത് പച്ചക്കക്ക പൊടിച്ചതാണ്. അതുകൊണ്ട് വേറെ യാതൊരുവിധ കുഴപ്പങ്ങളോ ഒന്നുമില്ല. ഇതിനകത്ത് മണ്ണര കിടപ്പുണ്ട്. ഈ മണ്ണരയും pH ബൂസ്റ്റ് വെക്കുകയാണ്. ആ മണ്ണര ഒന്നും ചത്തിട്ടില്ല, ഒരു കുഴപ്പമില്ല. കുമ്മായമാണ്, അതേസമയം കുമ്മായമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മണ്ണര ചത്ത് പോകും. അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇനി ഇതൊന്ന് ഇളകിയിടും. അപ്പോഴേ പിന്നെ നമുക്ക് ചാക്ക് ചെയ്യാനുള്ളതെന്ന് പറയാതെ, നമുക്ക് ആദ്യം നമ്മൾ കൊടുക്കാനുള്ളത് കുറച്ച് നമ്മൾ ചരൽ കൊടുക്കണം കേട്ടോ. ചരൽ നമ്മൾ കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ, കറക്റ്റായിട്ട് ജലാംശം കറക്റ്റ് ഇതിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൽ കേട്ടോ. ജലാംശം നിന്ന് നമ്മളെ ഇതിനകത്ത് ഒരു ഫംഗസ് രോഗം ഉണ്ടായി നമ്മളത് കറക്റ്റായിട്ട് വിളിച്ചിട്ട് നമ്മൾ കിട്ടത്തില്ല കേട്ടോ. ആദ്യം നമുക്ക് കുറച്ച് ചരൽ ഇങ്ങനെ നമ്മൾ കൊടുത്തു. പിന്നെ നമ്മൾ കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കരിയില കേട്ടോ. നമ്മളെ കരിയില കാർബൺ കണ്ട് അടങ്ങിയിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് കരിയില നമ്മൾ കൊടുക്കുന്നത്. ഉണ്ടോ, കുറച്ച് കരിയിലമാണ് കൊടുക്കുന്നത്. കുറച്ച് കരിയില നമ്മൾ ഇങ്ങനെ കൊടുത്താൽ
പിന്നെ നമുക്ക് നമ്മൾ 40 മിക്സായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മതിയാവും. പിന്നെ നമുക്കുള്ള 40 മിക്സ് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ 40 മിക്സ് നമുക്ക് നിറച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 40 മിക്സ് നമുക്കൊരു കാൽഭാഗമായാലേ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയാൻ നേരത്ത് നമുക്ക് ഇതേപോലത്തെ ചിരട്ട കേട്ടോ, ഒരു 3-4 ചിരട്ട നമുക്ക് ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ചിരട്ട വെച്ചതിന് ശേഷം അത് വയ്ക്കുന്ന വേറെ ഒന്നുമല്ല, നമുക്ക് പിന്നെ വന്ന വെയിറ്റ് കൂടും കേട്ടോ. അതുകൊണ്ട് ആദ്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ചിരട്ടയുടെ മണ്ടയിലേക്ക് നമ്മൾ ഈ 40 മിക്സ് എന്തെങ്കിലും വയ്ക്കി കൊടുക്കുക കേട്ടോ. അത് കറക്റ്റ് സീറ്റിങ്ങിനായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ചിരട്ട വയ്ക്ക് പോകുന്നത് വെച്ചാൽ കറക്റ്റായിട്ട് ഫംഗസ് ഒന്നും ഇരിക്കാൻ വേണ്ടി കറക്റ്റ് ജലാംശം അത് കറക്റ്റായിട്ട് ഒലിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ പോയിക്കാണ് ചിരട്ട നമുക്ക് വെച്ച് കൊടുക്കുന്നത്. അല്ല നമ്മൾ തറയിലാണ് നമ്മൾ സീറ്റിങ്ങിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു വലിയൊരു ഈ പായലിൻ്റെയൊക്കെ ഒരു ഇത് വരും, നമ്മളെ മണ്ണ് ഫംഗസൊക്കെ ഉണ്ടാകും കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഇപ്പോൾ എനിക്കിപ്പോഴാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാമേ. ഇനി നമുക്ക് ഇതിനകത്ത് 40 മിക്സ് നട്ടു കൊടുക്കും. ഇങ്ങനെ നിറച്ച വേറൊരു ഗുണമെന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നമുക്ക് എടുത്ത് പൊക്കി വെച്ചത് തന്നെയാണ് നമുക്ക് ഭയങ്കര പാടാണ്. ഇത്രയും വെയിറ്റ് നമ്മൾ പൊക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ അപ്പോഴേ നമ്മൾ 40 മിക്സും ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 40 മിക്സൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു താങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു താങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു താങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എന്ത് പറയുമ്പോൾ ഇത് നമുക്കിതൊന്ന് കണ്ണിട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം. നമുക്ക് എത്ര തൈയാണ് നമുക്ക് നടാനുള്ളതനുസരിച്ച് തൈ ഏതൊക്കെയാണ് നടാനുള്ളതും അതേപോലെ തന്നെ എന്തെല്ലാം അതിൻ്റെ കിഴങ്ങ്, ഇപ്പം ഉരുളക്കിഴങ്ങാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് കൊടുക്കുക. ക്യാരറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള നമുക്ക് അതിൻ്റെ പൊക്കവും ഇത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മളെ കൂർക്കയാണ് കേട്ടോ. കൂർക്ക നമ്മുടെ ചീവക്കിഴങ്ങ്. ഇപ്പോൾ ചീവക്കിഴങ്ങാണ് ഞാനിവിടെ നടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു 10 സെൻറ്റി മുകളിൽ നിന്ന് ഒരു 10 സെൻറ്റി ഞാൻ അതാ ഇവിടുന്ന് ഒരു 10 സെൻറ്റി ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 10 സെൻറ്റി അടുത്ത് ഞാൻ ആദ്യം ഒരെണ്ണം കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ നമ്മളൊരു മാർക്കർ വെച്ച് നമ്മൾ റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടേ. ഇങ്ങനെ മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമുക്കെന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 10 സെൻറ്റി എടുത്താൽ ഇതേപോലെ അടുത്തൊരു 10 സെൻറ്റി നമ്മൾ എടുക്കുന്നു കേട്ടോ. ഇവിടെ നമ്മളിതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഒരു അടുത്ത ഒരു 10 സെൻറ്റി നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ 3 10 സെൻറ്റി ആയിട്ട് നമ്മളിങ്ങനെ എടുക്കും കേട്ടോ. 3 നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു 3 ഭാഗത്തായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 3 എടുക്കുന്നു. കാരണം ആ താഴോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴോട്ട് നമ്മൾ പിന്നെ നമുക്കുള്ള പിന്നെ ചെല്ലിയും അതുപോലെ തന്നെ നമ്മൾ കരിയിലേക്ക് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ താഴോട്ട് നമ്മൾ കൊടുക്കുന്നില്ലേ. താഴോട്ട് ഇവിടെ നിന്നുള്ള അങ്ങോട്ട് കിഴങ്ങ് ഇറങ്ങുന്നതുകൊണ്ട് ആ രീതിക്കാണ് നമ്മൾ ചെയ്താക്കുന്നത് നമ്മളെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് ഏത് സെൻറ്റർ ഭാഗത്ത് നമുക്ക് പിടിച്ചുകൊണ്ട് നമുക്കൊരു 6 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കേട്ടോ. ആദ്യം നമുക്കൊരു മാർക്ക് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. എന്താ ആദ്യം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ റൗണ്ട് ചെയ്തിരുന്ന് നമ്മളൊരു ഹോൾസ് കണ്ട അത് ഇങ്ങനെ വരണം. റൗണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് 2 പിന്നെ ഇതിൽ നിന്ന് അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഏകദേശം സെൻറ്റർ ഭാഗം ഒരു 6 ഇഞ്ച് നമുക്ക് കിട്ടുന്ന രീതിക്ക് നമുക്ക് എടുക്കുക കേട്ടോ. കട്ടുന്ന രീതിക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ അപ്പോഴേ നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇനി രണ്ടാമത്തെ റൗണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ റൗണ്ട് ചെയ്യാൻ നേരത്തെ ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനേ ഉള്ളൂ. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തുണ്ട്. ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മളൊരു ഹോൾസ് ഇങ്ങനെ കൊടുക്കണ്ട. ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു റൗണ്ട് ഇങ്ങനെ കൊടുക്കുമേ. നേരത്തെ ചെയ്തത് തന്നെ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു റൗണ്ട് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ റൂട്ട് കറക്റ്റായിട്ട് ഇറങ്ങി വരാൻ കേട്ടോ. ഈ റൂട്ട് ഇങ്ങനെയും പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വരുമ്പോൾ ഈ റൂട്ട് ഇങ്ങനെയും വരും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ കാഫലം തന്നെ നമുക്ക് കിട്ടുമേ. അതേപോലെ നമുക്ക് ഇതെല്ലാം അതിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് കണ്ടോ. അടുത്ത സെൻറ്റർ ആ സെൻറ്റർ ഭാഗമായിട്ട് നമുക്കൊരു ഇത് കൊടുത്താൽ കേട്ടോ. ഇപ്പോൾ താഴെയും അതേപോലെ ആ സിസ്റ്റത്തിൽ അങ്ങനെ പോകും കേട്ടോ. ഇങ്ങനെ കൊടുക്കുക, ഇത് സെൻറ്റർ കൊടുക്കുക, അടുത്ത ഇതിൻ്റെ സെൻറ്റർ കൊടുക്കുക കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെൻറ്റർ ഭാഗമായിട്ട് നമുക്ക് കൊടുത്താൽ. അപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യുന്നത് അടുത്ത റൗണ്ടിൽ നമ്മൾ കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ഇത് എടുത്ത് കേട്ടോ. അടുത്ത കഴിഞ്ഞിട്ട് ഇതേപോലെ ഇതിൻ്റെ സെൻറ്റർ നമ്മളിവിടെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മളിവിടെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു മാർക്ക് കൊടുക്കണം, നമുക്ക് അറിയാം. എന്നിട്ടാണ് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അടുത്ത ഇതിൻ്റെ സെൻറ്ററായിട്ട് ഓക്കെ ഇതിൻ്റെ സെൻറ്ററായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വരാൻ നേരത്ത് നമുക്ക് നേരെ ഇതിൻ്റെ സെൻറ്ററായിട്ട് വരാം കേട്ടോ. അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, നമ്മളെല്ലാം മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഇതേപോലത്തെ ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കത്തി കൊടുക്കാമേ കണ്ടോ. ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ.
ഇപ്പം നമ്മൾ കൂർക്ക വയ്ക്കുന്ന കണ്ടില്ലേ, നല്ല രീതിക്കുള്ള കൂർക്കയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. നമ്മൾ അതിനൊക്കെയുള്ള പോട്ടി മിക്സ് കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ അതാണ് ഇപ്പോൾ നല്ല ഫലവൃഷ്ടിയായിട്ട് നല്ല രീതിക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കാ പറിക്കാറായി കേട്ടോ. ഇന്ന് പുഴുവാറായി. ഇപ്പോൾ ഇനി ഇത് കാ പറിക്കാമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പിന്നെ ഒരു നീല ഫ്ലവർ വരും കേട്ടോ. ഈ ഫ്ലവർ വരാൻ നേരത്ത് ഇത് പിന്നെ അങ്ങ് വാടും കേട്ടോ. വാടാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ കാ പറിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ചാകൃഷിക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുമ്പോൾ നമ്മളെ കൂർക്കയാണ് കേട്ടോ. അപ്പോൾ ഈ കൂർക്കയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കണ്ട, ഏത് ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് നടുമ്പോൾ തന്നെ പെട്ടെന്ന് അതിൻ്റെ കാ വരും കേട്ടോ. അപ്പോഴേ നമ്മൾ ആ കൂർക്ക നമ്മൾ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതാണ് നമുക്ക് ഈ കൂർക്കയാണ് നമുക്ക് നമ്മളെ ചാക്കിൽ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതേപോലത്തെ ഒരു കമ്പി വേണം കേട്ടോ. ആദ്യം നമുക്ക് ഇതേപോലത്തെ ഒരു കമ്പി എടുക്കണം. കമ്പി എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ഇങ്ങനെ ചരിച്ച് ഇതിങ്ങനെ നേരെ ഇങ്ങനെ കുത്തരുത്, ഒരിക്കലും ഇങ്ങനെ കുത്തരുത്. കുറച്ച് ചരിച്ച് കേട്ടോ, ചരിച്ച് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. താഴ്ന്നു പോകും. നല്ല ഇങ്ങനെ പൊട്ടി മിസ്സൊക്കെ ചെയ്തുകൊണ്ട് പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോകും കേട്ടോ. ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു കുഴി എടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നേരെ എങ്ങും പോകത്തില്ല. കറക്റ്റ് നമ്മളെ ഈ റൂട്ടിലേക്ക് തന്നെ ഇറങ്ങിയോളേ. അതിനുശേഷം നമുക്കുള്ളൊരു കൂർക്ക നമുക്ക് ഇങ്ങനെ എടുക്കുക, നേരെ ഇങ്ങോട്ട് വയ്ക്കുക. അതിനുശേഷം കുറച്ച് നമ്മളെ ചകിരിച്ചോറും പെള്ളേറ്റും കൂടെ കേട്ടോ, കുറച്ച് ചകിരിച്ചോറും പെള്ളേറ്റും കൂടെ നമുക്കൊന്ന് ഇതേപോലെ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ കേട്ടോ. പറയുന്നോളും. ആദ്യം നമുക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും, 2 ദിവസത്തേക്കേ ഉള്ളൂ, അത് ഒന്ന് ശരിയായി വന്നോളും. ഇതേപോലെ നമുക്ക് എല്ലാം നമുക്ക് ഇങ്ങനെ നടാം. ഇങ്ങനെ ചരിച്ച് ഒഴിയെടുക്കുക. ഉണ്ടോ, നേരെ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചകിരിച്ചോറ് വയ്ക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ചു വരും കേട്ടോ. അത് വേർപെടലങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് പിടിച്ചോളും. ഉണ്ടോ, അപ്പം ഇങ്ങനെ നട്ടെടുത്തതിന് ശേഷം പിന്നെ നമുക്കെന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ ഇതിൻ്റെ ഈ മോൾ ഭാഗമായിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ നമ്മൾ ചീരയാണേ. മോൾ ഭാഗത്ത് നമ്മൾ ചീരയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ സൈഡ് വാരം മാത്രമേ നമുക്ക് നമ്മളെ ഈ കൂർക്ക വരുന്നുള്ളൂ. ഈ മണ്ടൽ ഭാഗത്ത് തന്നെ നമ്മുടെ ചീരയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ചീരയാണ് ചെയ്യുന്നത്. അന്ന് കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ചീരയുടെ വിളവ് നമുക്ക് കഴിയാൻ നേരത്തെ തന്നെ നമുക്ക് വലുതാവുമ്പോൾ വലുതാവും കേട്ടോ. ഇത് നല്ലതാക്കി വലുതാവും വരും. നേരത്തെ നമ്മൾ കൂർക്ക കാണിച്ചില്ലേ, ഇപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് നട്ടാലെന്നേ നമുക്ക് അതിൻ്റെ കിഴങ്ങുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. അവിടുന്ന് കിഴങ്ങ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും. എന്നാലും ശരി തന്നെ ഇത് വലുതായി വരാൻ നേരത്തെ നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇത് ഒരു 1-2 മാസം കഴിയുമ്പോൾ നമുക്കുള്ള ഈ ഒരു നമ്മുടെ ചീരയുടെ വിളവങ്ങ് ക്ലിയർ ആവും. ആ സമയത്ത് നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ നട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ചീര നടാം. നമുക്ക് ഇവിടെ ആദ്യം നമുക്ക് ചീര ഇടാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ പോകുന്നത് കുറച്ച് പച്ചച്ചീര കേട്ടോ. പച്ചയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് മണലുമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കേട്ടോ, എടുത്തിട്ട് നമുക്കൊന്ന് വിതറി കൊടുക്കാം കേട്ടോ. മുകൾ ഭാഗമായിട്ടൊന്ന് വിതറി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്താൽ മതി. ഉണ്ടോ, ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. വിതറി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിന്ന് ഉറുമ്പൊന്നും കൊണ്ടുവരികയും വേണ്ടി കുറച്ച് ചകിരിച്ചോറും പെരലായിട്ടും കൂടെ കേട്ടോ. നമ്മളെല്ലാ വീഡിയോയും കാണിക്കുകയാണേ. കുറച്ച് ചകിരിച്ചോറും പെരലായിട്ടും ഇതിൻ്റെ മോശമായിട്ട് നമുക്കൊന്ന് വിതറി കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ചകിരിച്ചോറിലൊക്കെ നമുക്ക് പൊടിച്ച് വന്നു കേട്ടോ. വേറെ ഉറുമ്പൊന്നും കൊണ്ടുപോകത്തില്ല കേട്ടോ. അതിന് വേണ്ടിയാണ് നമുക്ക് ചെയ്യണേ. അപ്പം അതിനുശേഷം നമുക്ക് മഴ ആയിക്കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും തണൽ എന്തെങ്കിലും നമുക്ക് കൊടുക്കണം കേട്ടോ. ഗ്രീനേറ്റോ എന്തെങ്കിലും നമുക്ക് നമുക്ക് കൊടുത്താലും മതി. ഗ്രീനേറ്റോ എന്തെങ്കിലും നമുക്ക് തണൽ, അല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തണൽ നമുക്ക് കൊടുക്കുക. അത്രയും ചെയ്താൽ കേട്ടോ. അപ്പോഴേ നമ്മൾ ഈ രീതിക്ക് നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ. ആ രീതിക്ക് നമ്മൾ അതേപോലെ ആ രീതിക്ക് നമ്മൾ ചെയ്തെടുത്തതാണ്. ഇത് നോക്കി അറിയാം കേട്ടോ. ഇതെല്ലാം നല്ല രീതിക്ക് തന്നെ പിടിച്ചെടുപ്പോൾ നോക്കിയാൽ വേരുപടലെല്ലാം പിടിച്ചാക്കിയാൽ നോക്കി അറിയണ്ട. വേരുപടലെല്ലാം പിടിച്ച് കറക്റ്റായിട്ട് തന്നെ ഇത് കിടപ്പുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്യാറായി കേട്ടോ. കുറച്ച് കട്ട് ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇത് നമ്മൾ ചെയ്തേക്കുന്ന സുന്ദരി ചീരയാണ് കേട്ടോ. ഇത് മഴയായി പോകാനാണ് ചെറിയതുണ്ട്, ഞാനും കുഴപ്പമില്ല. ഇത് മോൾ ഭാഗത്ത് നമ്മൾ ചെയ്തേക്കുന്ന സുന്ദരി ചീര കേട്ടോ. അപ്പോൾ ഈ സുന്ദരി ചീരയുടെ വിളവ് ഏകദേശം എടുക്കാൻ നേരത്തെ തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത് നമ്മൾ നട്ടു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഇത് നമ്മൾ ചീര മാത്രമാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ഭാഗത്തെല്ലാം ചീരയാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം ചീര നമുക്ക് വിളവെടുക്കാറ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഏകദേശം വിളവെടുക്കാൻ സമയം കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുത്താലേ വേറെ ഞാനത് വിളവെടുത്തിട്ട് കാണിച്ചു തരാമേ. നമ്മൾ കട്ട് ചെയ്യാൻ നേരത്തെ ചരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ എല്ലാ വീഡിയോയും പറയുകയാണേ. ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഒരു സിമൻറ്റ് ചാക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഇതേപോലത്തെ നല്ല രീതിക്കുള്ള
കൃഷികൾ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതേപോലെ നല്ല രീതിയിലുള്ള കൃഷി ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മൾ പച്ചച്ചീരയാണ്. പിന്നെ അതിനകത്ത് നമുക്കിത് 2 രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി ചെറിയ തൈ നിൽപ്പുണ്ട്. ഇപ്പോൾ ഇത് കട്ട് ചെയ്താൽ മാത്രമേ നമുക്കുള്ളത് ചെറിയ തൈകൾ നമുക്ക് പൊടിച്ചു വരുള്ളൂ കേട്ടോ. ഇതെല്ലാം ചെറിയ തൈകളാണ് നിൽക്കുന്നത് കേട്ടോ. അതെല്ലാം പൊടിച്ചു വരണമെങ്കിൽ മഴയായിപ്പോയി, അതുകൊണ്ട് ഒരു ചെറിയൊരു ഇതായിപ്പോയി. അതുകൊണ്ട് ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വേറെ കേസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും ചീര ഇങ്ങനെ പോകുന്ന ഇങ്ങനെ ഒടിഞ്ഞു വരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് ഒന്നുമില്ല, ചെറിയ നൂൽക്കമ്പി ഉണ്ടല്ലോ, ചെറിയ എന്തെങ്കിലും കമ്പി ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നേരെ കയറി പോയിക്കോളും. ആ ടൈറ്റായി ഇവിടെ നിന്നോളം ചെയ്യുന്നത് ഇത് ഇളകിയൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കോവയ്ക്കുന്നുണ്ടല്ലേ, കോലൊക്കെ ഇപ്പം മഴ ആയിക്കൊണ്ടാണ്, അല്ലെങ്കിൽ നിറയെ നമുക്ക് നേരത്തെ കാഴ്ച കിടന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ മുന്തിരിക്കോല പോലെ നിറയെ നമുക്ക് കാഴ്ച കിടന്നതാണ്. ഇപ്പം ഉണ്ട്, വരുന്നുണ്ട്, ഫ്ലവറൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വെയിലാണ്, ഇവിടെയൊക്കെ നല്ല ഫ്ലവർ വരുന്നുണ്ട്. പക്ഷേ മഴ ആയിക്കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കോവല് നമുക്കൊരു കുറവ് കാണിക്കുന്നത്. അവിടെ വെയിലാണെങ്കിൽ എല്ലാം നല്ല രീതിക്ക് തന്നെ പെട്ടെന്ന് പൂക്കും കേട്ടോ. പെട്ടെന്ന് നല്ല വെയിൽ മാത്രം മതി. കോവലെന്ന് പറഞ്ഞാൽ വെയിലും താഴെ കൊടുക്കുന്ന അതിൻ്റെ ആയിട്ട് മൂട്ടി കൊടുക്കുന്ന അതിൻ്റെ വളവും കൊടുക്കുക, കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല നിറയെ നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ കൃഷികൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തുള്ള കൃഷികൾ ചെയ്ത് നോക്കുക. നമുക്ക് സ്ഥലമില്ലെന്നും പറഞ്ഞ് മടിച്ചെന്നിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതേപോലെയുള്ള കൃഷികൾ നമുക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. നമുക്ക് ഇതിപ്പം ഞാൻ ചെയ്തേക്കുന്ന പറയുമ്പോൾ ചീരയും പിന്നെ കൂർക്കയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതേപോലെ നമുക്ക് മുളക്, അതേപോലെ തന്നെ നമുക്ക് വെണ്ടയ്ക്ക, ഇങ്ങനെയുള്ള പല സാധനങ്ങൾ നമുക്ക് പടർന്നു പോകാത്ത ഐറ്റമായിട്ടുള്ള അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. എന്തായാലും ഞാൻ പറയുന്നത് നേരത്തെ നമുക്കിത് ഒടിഞ്ഞു പോകുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ട്രോൾ ചെയ്ത് നമുക്കൊരു കമ്പി നമുക്ക് കൊടുത്താൽ അത് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും നല്ല രീതിയിലുള്ള കൃഷികൾ ചെയ്യാം കേട്ടോ. അപ്പോഴേ നമ്മളെ പാവൽ ഇരിക്കുന്നുണ്ടോ, ഇത് പാവൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോഴതുകൊണ്ട് നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതെല്ലാം നല്ല ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്, അതേപോലെ കായൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ മഴ ആയിക്കൊണ്ട് ചെറിയൊരു മഴമറയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ മഴമറയുടെ വീഡിയോ നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പോലെ ലെങ്ത് ആവും, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽബട്ടൺ അമർത്തുക. ഇവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ വരുന്നത്. ഗുഡ് ബൈ.